ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ലിബി. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ പൂരാണ് കേട്ടോ. താലപ്പൊലി മഹോത്സവം എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒരുങ്ങി. ഇതാണ് കിച്ചുവിൻ്റെ യൂണിഫോം. അപ്പോൾ അത് ഞങ്ങൾ തൊട്ടടുത്ത ക്ലബ്ബിൽ നിന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, തമ്പോലായിരുന്നു. കൂടെ DJ ലൈറ്റും പോപ്പറൊക്കെ ഉണ്ടായിരുന്നു. കൂടെ നമ്മുടെ ഇപ്പോഴത്തെ വൈറൽ താരങ്ങളായിട്ടുള്ള നമ്മുടെ ഗൊറില്ലയും ഒരു ടെഡി ബിയറും ഉണ്ടായിരുന്നു. ആ ഗൊറില്ല എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കി, ഞാൻ പേടിച്ചില്ല. കാരണം അതിന് മുന്നേ ടെഡി ബിയർ പേടിപ്പിച്ചപ്പോൾ ഞാൻ പേടിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന കയ്യിൽ യെല്ലോ റിബണുള്ള ആളില്ലേ, അതാണ് നമ്മുടെ താരം, എൻ്റെ അനിയനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ക്ലബ്ബിലെ പരിപാടിയും വേറെ ഓപ്പോസിറ്റ് ഒരു പരിപാടിയും കൂടെ കൂട്ടിമുട്ടിയപ്പോൾ നേർക്ക് കണ്ടപ്പോഴുള്ളൊരു രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. താളത്തിൻ്റെ ഒക്കെ കൂടെ നിറ്റും നന്നായിട്ട് തുള്ളുന്നുണ്ട്. അപ്പോൾ പിന്നെ അവളെ മാമ വന്നിട്ട് താളത്തൊക്കെ കയറ്റിയിട്ട് ഒന്നുകൂടെ പരിപാടി കളറാക്കി. പിന്നെ ഉണ്ണിയൊക്കെ ഉള്ളതല്ല, റോഡ് സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പോട്ട് കിട്ടിയപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ ഇരുന്ന് എല്ലാ പരിപാടികളും അമ്പലത്തേക്ക് പോകുന്നത് അവിടെ ഇരുന്നാൽ തന്നെ കാണാം കേട്ടോ. എല്ലാം അവിടെ ഇരുന്ന് കണ്ടു. കരിങ്കാളി, മഞ്ഞക്കാളി, ഫസ്റ്റ് താലം വെളിച്ചപ്പാടും കൂടെ പോയി. പിന്നെ കരിങ്കാളി, മഞ്ഞക്കാളി, നീലക്കാളി അങ്ങനത്തെ ഉണ്ടായിരുന്നു. പിന്നെ ദാരികനും കാളി അതുണ്ടായിരുന്നു. കൂടുതലും ഈ തമ്പോലം തന്നെയായിരുന്നു, കാരണം എല്ലാവർക്കും ആ ഒരു മേളവും സൗണ്ടും അതൊക്കെയാണല്ലോ ഇഷ്ടം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് അമ്പലത്തേക്ക് എത്തി. അപ്പോഴേക്കും എല്ലാ വരവുകളും അമ്പലത്തിലെത്തിയിരുന്നു. എല്ലാവരും നല്ല രീതിക്ക് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അമ്പലത്തിൽ കളമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. കളം കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അപ്പോഴേക്കും എല്ലാ പരിപാടികളും എത്തി. ഒരു 9 മണിയോട് കൂടിയിട്ട് പരിപാടി അവസാനിച്ചു. എല്ലാവരും ആർമാദിച്ച് തിമിർത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു ചൈനീസ് വെടിക്കെട്ടും ഉണ്ടായിരുന്നു. അതും കൂടെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പോയി കേട്ടോ.